നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു അവധി ദിവസമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും ചെറുക്കനും ഞാനൊക്കെ കൂടി അപ്പത്തെ പറമ്പിൽ പോവുകയാണ് കേട്ടോ. ചക്ക ഇടാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താ ചക്ക അച്ഛൻ ഇടും. തോട് അവിടെ ഉണ്ട് കേട്ടോ. ആ പറമ്പിൽ തോട് കടന്ന് വേണം ഞങ്ങൾക്ക് പറമ്പിലേക്ക് പോകാൻ. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് തോട്ടിൽ. അപ്പോൾ ഞങ്ങൾ ചക്ക ഇട്ട് കഴിഞ്ഞു. പിന്നെ പറമ്പിൽ നിന്ന് കാന്താരിമുളക് കുറച്ച് പറിച്ചിരുന്നു. ചക്ക ഒന്ന് പഴുത്തിരുന്നു. കിളിയൊക്കെ കുറച്ച് കൊത്തിരുന്നായിരുന്നു. അത് ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കയൊക്കെ മൂക്കാറാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ചക്കയാണ് ഞങ്ങൾ ഇട്ടത്. പൊന്നൂട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ പറമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ പോകുമ്പോൾ ചിരിയും സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെറുക്കനെ ഞാനും തോട്ടിൽ ഇറങ്ങി കളിയായിരുന്നു. അവനങ്ങനെ കളിക്കാറായിട്ടില്ല, 8 ദിവസമായിട്ടേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ പറമ്പിലേക്ക് പോകുന്ന വഴി. ഇതാണ് ഈറ്റ് അച്ഛൻ പറമ്പിൽ പോയ ഇപ്പോൾ വാഴക്കൊലയും കൂടി ഇട്ടിരുന്നു. പിന്നെ എനിക്ക് കല്ലുകൾ നല്ല ക്രാഫ്റ്റ് ചെയ്യാനുള്ള പറ്റിയ കല്ലുകളൊക്കെ പൊക്കി അച്ഛൻ തോട്ടിൽ മുക്കി കഴുകിയെടുത്തു. വാഴക്കൊല പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഴം പുട്ടിൻ്റെ കൂടെ തിന്നാട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കല്ലിൽ മിനി അരകല്ലുണ്ട്. പിന്നെ ഞങ്ങൾ കറുവപ്പട്ട പറിക്കാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ മുകളിലോട്ടുള്ള വഴിയാണ് ഇട്ടത്. അപ്പോൾ കറുവപ്പട്ടയുടെ നെറ്റ് തിന്നാൻ പറ്റുമേ. കിട്ടിയിട്ടുണ്ട്. ഞാൻ 4 പറിച്ചത്. ഉള്ളത് നോക്കി പറിച്ചു. എന്നിട്ട് കണ്ടു തിന്നുള്ളത് കണ്ടു. നല്ല ടേസ്റ്റാണ്. അതിനിടയ്ക്ക് ചെറുക്കൻ ഇതാക്കുന്നു. ഇത് തൂമ്പയ്ക്ക് പിടിയിടാനുള്ള കമ്പായിരുന്നു കേട്ടോ. ഇത് ഈ വാഴക്കൊലയെ കൂടി ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഇത് തോടാണ് കേട്ടോ. അവിടുത്തെ കണ്ടോ, അവിടെ ഈ ഊസിട്ടിരുന്നൊരു പാതയില്ലേ, കണ്ടോ. ഇതാണ് മറ്റേ അയച്ചുണ്ട്. അത് ഞങ്ങൾ തോരൻ വെച്ച് തിന്നുക ചെയ്യാറ്. അപ്പോൾ പിന്നെ ഇത് ഞാൻ അവിടെ പോയപ്പോൾ ഇതില്ലേ, എന്താ പറയുക, കവുങ്ങ് ഇരുന്ന് ഊഞ്ഞാലാടുന്ന പോലെ കാണിച്ചാണ് കേട്ടോ. ചെറുക്കൻ ഊഞ്ഞാൽ കാണുമ്പോൾ എനിക്കും കൊതി. പിന്നെ കാന്താരികൾ കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചിരുന്നു കേട്ടോ. കാന്താരി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഉറുമ്പുകൾ നടന്നുള്ളതാണ് കേട്ടോ എടുത്തത്. അമ്മ എനിക്ക് ചക്ക വരട്ടി പിന്നെ ചക്കയട അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ ഊഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ. പിന്നെ അച്ഛൻ വീട്ടിൽ വന്നിട്ട് ചക്കയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഞങ്ങൾ ചക്ക വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. നല്ലൊരു ഉഷാറൊക്കെ വരുള്ളൂ. ഞാൻ നനച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ നനച്ചു കൊടുത്തിട്ട്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചെടികളൊക്കെ നനച്ചു കൊടുത്തു. റോസ, കറ്റാർവാഴ അങ്ങനെയുള്ള പയറൊക്കെ ഞാൻ നനച്ചു കൊടുത്തിട്ട് പയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ പയറുകാരനൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ തണ്ണിമത്തൻ്റെ തോടില്ലേ, അതും വെച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ചെടിച്ചട്ടി അങ്ങനെ പറയാം. എന്നിട്ട് ഞാൻ നടാൻ പോകുന്ന ബട്ടർഫ്ലൈ ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മണ്ണ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇതില്ലേ, വിത്തില്ല, എന്തോ കിഴങ്ങ് അതാ അവിടെ കാണുന്നുണ്ട്. ഇത് കുഴിച്ചിട്ട് നമുക്ക് നടാവേ. നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണം. അപ്പോൾ ഇതെന്തായാലും 2 ആഴ്ചയൊക്കെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ വാടിപ്പോകും. തണ്ണിമത്തൻ്റെ ഉണ്ടല്ലേ. പിന്നെ ഈ ഐഡിയ ഞാനാണ് കേട്ടോ കണ്ടുപിടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഇതാണ് എൻ്റെ അവധി ദിവസം.